തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പിക്ക് ലഭിച്ചത് കോൺഗ്രസിന്റെ സഹായത്തോടെ എ റഹീം എം.പി. കോർപ്പറേഷനിൽ ബി.ജെ.പിയും കോൺഗ്രസും തമ്മിൽ ഡീൽ നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ ഒരു മണ്ഡലവും ബി.ജെ.പിയുടെ സഹായമില്ലാതെ കോൺഗ്രസിന് പിടിക്കാനാവില്ല എന്നും എ റഹീം പറഞ്ഞു. തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം തകൃതിയിൽ തുടരുകയാണ്. CPM-ന്റെ ജില്ലാ സെക്രട്ടറി എ റഹീം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അങ്ങ് ജില്ലാ സെക്രട്ടറിയായി വന്ന ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സംഭാവനകൾ ഇടതുപക്ഷത്തിന് നൽകിയ ഒരു ജില്ലയാണ് തിരുവനന്തപുരം. ഇത്തവണയും ജില്ല തൂക്കും. എന്താ പ്രതീക്ഷ? തീർച്ചയായിട്ടും നമ്മുടെ ജില്ല കഴിഞ്ഞ തവണ ഇടതിൻ്റെ തുടർഭരണത്തിന് നിർണായക സംഭാവന നൽകിയ ജില്ലയാണ്. ഇത്തവണയും അത് ആവർത്തിക്കും. കഴിഞ്ഞതിനേക്കാൾ ശക്തമായി ആവർത്തിക്കും. ഭരണത്തെ നേരിട്ടറിഞ്ഞ ജനതയാണ് തിരുവനന്തപുരത്തിൻ്റേത്. വികസനത്തിൻ്റെ കാര്യത്തിലാകട്ടെ, ക്ഷേമത്തിൻ്റെ കാര്യത്തിലാകട്ടെ, അഴിമതിരഹിതമായ ഭരണത്തിൻ്റെ കാര്യമാകട്ടെ, ഇടനിലക്കാരുടെ ഇടപെടലില്ലാതെ ഭരണസ്ഥിരാകേന്ദ്രം ചലിക്കുന്നത് നേരിട്ട് കണ്ട ജനതയാണ്. നമ്മുടെ ജില്ലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 10 MLA-മാരും 10 സ്ഥാനാർത്ഥികളും സിറ്റിംഗ് MLA-മാരാണ്. അതിന് പാർട്ടി വെച്ച അടിസ്ഥാന മാനദണ്ഡം എന്താ? അവരെ തന്നെ വീണ്ടും കളത്തിലിറക്കാൻ ഒരു വിജയസാധ്യത, അവരുടെ പോപ്പുലാരിറ്റി, അതുമാത്രമാണ്. അവർ ഈ പറയുന്ന 10 പേരും ആ വേറിട്ടൊരാളല്ല, രാഷ്ട്രീയത്തിനതീതമായി ആ മണ്ഡലങ്ങളിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വീകാര്യരായ ആളുകളാണ്. ഇതുമാത്രമാണ് അവരെ വീണ്ടും മത്സരിക്കാൻ പാർട്ടി നിർദ്ദേശിക്കാൻ കാരണം. അതാണ് കാരണം. ഇതിലെ നമുക്ക് പാർട്ടിക്കുള്ളിൽ പലയിടങ്ങളിലും പാർട്ടിയുടെ വിശ്വസ്തരായിരുന്ന സഖാക്കന്മാർ ചിലയിടങ്ങളിലൊക്കെ പാർട്ടിക്കെതിരെ സംസാരിച്ച് പുറത്തു വരുന്ന ചില ഘട്ടങ്ങളിൽ ഒരു പ്രതിസന്ധി പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അത് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും വിശിഷ്യ തലസ്ഥാന ജില്ലയിൽ ഏതെങ്കിലും തരത്തിൽ പാർട്ടിയുടെ വിജയത്തെ സ്വാധീനിക്കാൻ ഉള്ള ശേഷിയുണ്ടോ? അതൊക്കെ അവർ സ്വയം സ്ഥാനാർത്ഥികളാകാൻ ആഗ്രഹിക്കുകയും ചിലരൊക്കെ കമ്മിറ്റി തന്നെ എന്നെ സ്ഥാനാർത്ഥിയാക്കൂ, ഞാൻ മഹാനാണ് എന്ന് സ്വയം പറയുകയും അതിനുശേഷം അവർ സ്വന്തം നിലയ്ക്ക് അതിൽ വൈഷമ്യം പ്രകടിപ്പിച്ച് പുറത്തു പോവുകയും ചെയ്ത ആളുകളാണ്. അത് പൊളിറ്റിക്കലല്ലോ, അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ അതൊന്നും ബാധിക്കുന്നില്ല. പ്രതിപക്ഷം പലയിടങ്ങളിലും BJP CPM ഡീൽ ആരോപിക്കുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ നോക്കുകയാണെങ്കിൽ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമമൊക്കെ അവരിങ്ങനെ എണ്ണി പറയുന്ന മണ്ഡലങ്ങളാണ്. അതിൽ എന്താണ് CPM-ന്റെ ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിലുള്ള അതിൻ്റെ പ്രതികരണം? തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ സ്വരങ്ങൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ചില തുറന്നു പറച്ചിലുകൾ വന്നിട്ടുണ്ട്. ഞങ്ങളത് ക്ലോസായി മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ മുമ്പിൽ വരുന്ന ലഭ്യമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളും പ്രതികരിക്കാം. ഇവിടെ ഒരു ഡീലുണ്ടല്ലോ. ഈ ഡീൽ ആരോപിക്കുന്നവർ തിരുവനന്തപുരം നഗരസഭ എങ്ങനെയാണ് BJPക്ക് കിട്ടിയത്? അത് കോൺഗ്രസിൻ്റെ സഹായമില്ലാതെ തിരുവനന്തപുരം നഗരസഭ കിട്ടില്ല. 2016 നിയമം BJPക്ക് പിടിക്കാൻ കഴിഞ്ഞു, കോൺഗ്രസിൻ്റെ സഹായത്തോടെയല്ലേ. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് ജനങ്ങളോട് പറയുന്നു, തിരുവനന്തപുരം ജില്ലയിലെ ഒരു മണ്ഡലവും കോൺഗ്രസിൻ്റെ സഹായമില്ലാതെ BJPക്ക് പിടിക്കാനാവില്ല. നമ്മളൊരു കാര്യം പറയുമ്പോൾ, ഒരു ആരോപണം നമ്മൾ പറയുമ്പോൾ അത് വളരെ കൃത്യതയോടുകൂടി പറയണം. തീർച്ചയായിട്ടും അത് ഡീൽ ഓർ നോ ഡീലാണ് ചോദ്യം. ഡീലുണ്ടോ, ഡീലില്ലേ? ഇത് തന്നെയാണ് മുന്നണികളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴിചാരുന്നത്, വിമർശിക്കുന്നത്. ആ ഡീൽ എന്നൊരു വിഷയം തന്നെയാണ് ഇപ്പോഴും രാഷ്ട്രീയ കോതിൽ ചൂടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.